മഴത്തോരു മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനായിട്ട് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹോം നേഴ്സ് ആയിരുന്നല്ലോ അലീന. അതുകൊണ്ട് തന്നെ അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അലീനയെ ഇനി അവിടുന്ന് പറഞ്ഞു വിടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വൈജയന്തി അമ്മയെ കൊണ്ടുപോയിട്ട് കമലയുടെ അരികിലാക്കുന്നത്. എന്നാൽ തിരിച്ചെത്തിയ വൈജയന്തിയുടെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മാഡം എന്നോടുള്ള വാശിക്ക് മുത്തശ്ശിയെ അവിടെ കൊണ്ടുപോയി വിട്ടിരിക്കുന്നത്? പാവം മുത്തശ്ശിയാണ് ഇതിനിടെ കിടന്നിട്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ, ഒരുപാട് നാളൊന്നും അമ്മയെ ഞാൻ അവിടെ നിർത്തില്ല. അതിനു മുമ്പ് നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അമ്മയെ ഞാൻ പഴയതുപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും. അതിന് താൻ ഇവിടുന്ന് പോയാലല്ലേ എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കുമ്പോൾ, നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. നിനക്ക് ദത്തുപുത്രി സ്ഥാനം തന്നിരിക്കുന്ന അയാളെ കൊണ്ട് അതെടുത്ത് ഞാൻ മാറ്റിച്ചിട്ട് മാഡം ഇതിനെ തന്നെ ഒരു എതിരാളിയെ പോലെ കാണുന്നത്. ഞാന് മാഡത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, നല്ലതല്ലാതെ. മാഡം എന്നെ മകളെ പോലെ കണ്ടെത്തിയിരുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. മാഡം ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. അങ്ങനെ ഞാൻ ആരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കില്ല. ഇനി ബാലേന്ദ്രനുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാലും നീയും ഞാനും ഇവിടെ ഒരുമിച്ച് താമസിക്കില്ല. ബാലേന്ദ്രൻ ചിലപ്പോ നിന്നെ മകളായിട്ടൊക്കെ അംഗീകരിച്ചു കാണും, പക്ഷേ ഈ വൈജയന്തി ഒരിക്കലും നിന്നെ മകളായിട്ട് അംഗീകരിക്കില്ല. പിന്നെ എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ട്, അവരെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് വൈജ അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലചന്ദ്രന്റെ അരികിൽ ചെല്ലുന്ന സമയത്ത് വൈജയന്തി തിരിച്ചെത്തിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബാലചന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട്. ആ മാഡം തിരിച്ചെത്തിയിട്ടുണ്ട്. അമ്മയെ എന്നേക്കുമായിട്ട് അവള് അവിടെ കൊണ്ടുവിട്ടാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അതല്ല അച്ഛാ മാഡത്തിന്റെ ഉദ്ദേശം. മുത്തശ്ശിയെ നോക്കാനെന്ന പേരും പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാന്നുള്ള ഉദ്ദേശത്തിലാണ് മാഡം അങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മുത്തശ്ശിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അത് ഈ ജന്മത്ത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും നിന്റെ മുത്തശ്ശിക്കും ചെറിയൊരു ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവരും കൂട്ടുനിന്നതാണല്ലോ. എന്തായാലും കമലയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പച്ചവെള്ളം കിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ഇനി എന്തായാലും മോള് ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് അമ്മയും കൂടി അനുഭവിക്കട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും അലീന അടുക്കളയിലേക്ക് പോവാണ്. ബാലചന്ദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ വൈജയന്തി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരിശം കയറിയിട്ടാണ് വീണ്ടും അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നത്. വൈജയന്തി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അലീന തിരിച്ച് വൈജയന്തിയുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മാഡം എന്നോട് എത്ര ദേഷ്യത്തോടും അതുപോലെ വിദ്വേഷത്തോടും എന്ത് രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കൽ പോലും എനിക്ക് മാഡത്തിനോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. ഒരിക്കൽ മാഡം ഞാൻ ആരാണെന്നുള്ള കാര്യം സത്യ അറിയുന്ന ആ സമയത്ത് മാഡത്തിന് ഇതെല്ലാം ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ ഒരു തോന്നലൊന്നും തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അലീന പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തറുതല എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് വൈജയന്തി പ്രതികരിക്കുന്നത്. കാരണം വൈജയന്തിക്ക് അറിയില്ലല്ലോ തന്റെ സ്വന്തം മകളാണ്, തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് എന്നുള്ള കാര്യം. കാരണം വൈജയന്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് മരിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കുഞ്ഞ് തിരിച്ചു വരും എന്നുള്ളത് വൈജയന്തി സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല. അങ്ങനെ അലീനയുടെ അടുത്ത് സംസാരിച്ചിട്ട് വൈജ പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കാണ് നമ്മുടെ കൃഷ്ണമോള്. അമ്മയുടെ അടുത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ ആരോടാണ് മത്സരിക്കുന്നത്, ആരോടാണ് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കുന്നില്ല. അച്ഛന്റെ ഭാഗത്താണ് പൂർണ്ണമായും ശരി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താന് അച്ഛന്റെ ഭാഗത്ത് നിൽക്കുന്നത്. അന്ന് നീയും അലീനയെ എവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്നിരുന്നല്ലോ എന്നൊക്കെ കൃഷ്ണമോളടുത്ത് ചോദിക്കുമ്പോൾ, അത് അച്ഛന്റെ ഭാഗത്തുള്ള സത്യങ്ങൾ അന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നു, അച്ഛന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. അമ്മ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് മട്ടിലങ്ങ് പോയാൽ മാത്രം മതി. അതോടുകൂടി ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ഈ വൈജയെ കിട്ടില്ല എന്നും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മാത്രമേ വൈജ പിന്മാറുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി കൃഷ്ണമോളടുത്ത് വ്യക്തമാക്കുമ്പോൾ, അത് അമ്മയുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ ഭാഗം ചേർന്നിട്ട് കൃഷ്ണമോള് അമ്മയെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. വൈജ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കരിങ്കാലി കാരണം തന്നെ എതിർക്കുകയാണല്ലോ, തന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ. അമ്മയുടെ വാക്കുകള് വേദനിക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാതെയാണല്ലോ അമ്മ പറയുന്നെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കൃഷ്ണമോള് അതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് ബബിതയും അതുപോലെ തന്നെ
രോഹിത്തും കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയുമായിട്ട് കൃഷ്ണമോള് അങ്ക് നടത്തുന്നത്. അതും അച്ഛന്റെ ഭാഗം ചേർന്നിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതെന്തായാലും ബബിക്കും അതുപോലെ തന്നെ രോഹിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നതോട് കൂടി രോഹി പറയുന്നുണ്ട്, നീ വലിയ ആളെ പോലെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഏട്ടൻ അമ്മയുടെ കൂടെ നിൽക്കുന്നത്? അച്ഛന്റെ ഭാഗത്ത് ശരി എന്താന്നുള്ള കാര്യം ഏട്ടനോ അതുപോലെ ചേച്ചിയോ അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അച്ഛന്റെ ഭാഗത്ത് എന്ത് ശരിയുണ്ടെന്ന് വീട്ടില് ജോലിക്ക് വന്നിരിക്കുന്ന വേലക്കാരിയാണ് ഇപ്പോ അമ്മയെക്കാളും വലിയ സ്ഥാനത്ത് അച്ഛൻ നിർത്തിയിരിക്കുന്നത്. ഇതില് എന്ത് ശരിയാണെന്ന് ചോദിക്കുമ്പോൾ ആ ശരികളെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിലും നിങ്ങൾ എന്നേക്കുമായിട്ട് അമ്മയെ തള്ളി പറയേണ്ടി വരും. നീ എന്തൊക്കെയാണ് കൃഷ്ണ ഈ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയുന്ന പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവള് നമ്മുടെ ചേച്ചിയാണ്. അതെങ്ങനെയാടി? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് നമ്മൾ 3 പേരും. അങ്ങനെ ഉണ്ടായതല്ലല്ലോ അലീന. അവള് അനാഥാലയത്തിലല്ലായിരുന്നോ? ഇവിടെ ഹോം നേഴ്സായിട്ട് കയറി വരുമ്പോഴേക്കും എങ്ങനെയാണ് അവള് നമ്മുടെ ചേച്ചിയായിട്ട് മാറുന്നത്? അങ്ങനെ അലീനയും അതുപോലെ തന്നെ അച്ഛനെയും വെച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ വരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു മകളെന്ന പദവി കൊടുത്തിരിക്കുന്നത് വെറും മറയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ മകളെന്ന സ്ഥാനത്തിന് ഉപരിയായിട്ട് അവര് തമ്മിൽ വേറെ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ രോഹിയും അതുപോലെ ബബിയും കൂടി ചേർന്ന് പറയുന്ന സമയത്ത് കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും, ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോരുത് എന്റെ ചേച്ചിയെ കുറിച്ചും അതുപോലെ അച്ഛനെയും കുറിച്ചും. നിങ്ങൾക്ക് രണ്ടുപേരെയും കുറിച്ചിട്ട് എന്തറിയാം? നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലെഴുപ്പുള്ളത് പോലെയല്ല എല്ലാ ആൾക്കാരും. ആ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണാനും ശ്രമിക്കരുത്. അലീന ചേച്ചി ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? നമ്മുടെ അമ്മയ്ക്ക് അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിഹിതത്തിലുണ്ടായ പെൺകുഞ്ഞാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അതേ ചോര, നമ്മുടെ സ്വന്തം ചേച്ചി. ഇത് കേട്ടിട്ട് ബബിയും അതുപോലെ തന്നെ രോഹിയും ഷോക്കായിട്ട് പോലെ ഇങ്ങനെ നിൽക്കുവാണേ. നീ ചുമ്മാ ഓരോ കാര്യങ്ങളൊന്നും പറയരുത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അറിയില്ലേ? പിന്നെ നീ എന്ത് വർത്താനായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്യച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ലെങ്കിൽ സംശയം അച്ഛൻ തീർത്തു തരും. രണ്ടുപേരും സത്യങ്ങൾ അറിഞ്ഞെന്നുണ്ടെങ്കിലും ഒരിക്കലും അച്ഛന്റെയോ അതുപോലെ അലീനയുടെ പക്ഷത്തല്ല കേട്ടോ നിൽക്കുന്നത്. പക്ഷെ അമ്മയുടെ പക്ഷത്തും നിൽക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് അലീന എന്നുള്ള സത്യം മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അമ്മയിൽ നിന്നും രണ്ടുപേരും അകന്നു പോവുകയാണ്. അതുമാത്രമല്ല വൈജയന്തിയുടെ കുഞ്ഞാണ് അലീന എന്നുള്ള സത്യം മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് വൈജയന്തി എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് കൃഷ്ണമോളും അലീനയും അച്ഛനും ഒരു പക്ഷത്തും, മറുപക്ഷത്തായിരുന്നു വൈജയും അതുപോലെ രോഹിയും ബബിതയും. എന്നാൽ ഈ സത്യങ്ങൾ പുറത്താവുന്നതോട് കൂടിയിട്ട് വൈജ ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും കൃഷ്ണമോളും അലീനയും ബാലചന്ദ്രനും ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാണ്.